ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ സാധാരണ മുട്ട ചേർക്കാറുണ്ട്. ഇത് മുട്ട ചേർക്കാണ്ടാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ മുട്ട കഴിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കിണ്ണത്തപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഞാനിവിടെ ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. മധുരം ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ശർക്കരയുടെ അളവ് കുറയ്ക്കാം. 250 ഗ്രാം എന്നുള്ളത് ഒരു 150 ഗ്രാമൊക്കെ ശർക്കര മതിയാവും കേട്ടോ. ഇനി നമ്മൾ ശർക്കര ഉരുകി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യം ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ഏലക്കപ്പൊടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയുള്ള അളവിൽ നിങ്ങൾ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ശർക്കര ഇവിടെ ഫുള്ള് ഉരുകി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അരിപ്പ വെച്ചിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തൊന്നും വേണ്ട. ചൂടോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നല്ലപോലെ മിക്സായതിന് ശേഷം ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുമിച്ച് തന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സാക്കി എടുക്കണേക്കാളും കൂടുതൽ നല്ലത് നമ്മൾ ഇതേപോലെ കട്ടയില്ലാണ്ട് നമ്മൾ ഈ ഗോതമ്പ് പൊടി ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഞാനിതിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഉരുക്കിയ ശർക്കര നീരും ആണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഇല്ലാണ്ട് നമ്മളിത് കലക്കിയെടുക്കാൻ നോക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വാങ്ങുമ്പോൾ നമുക്ക് കാർഡമം ഫ്ലേവറുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഏകദേശം 400 ഗ്രാമിൻ്റെ അടുത്തുണ്ട് ഈ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും ശർക്കരയൊക്കെ കൂടിയാകുമ്പോൾ ഇത് നല്ലപോലെ മധുരമുണ്ട്. ശരിക്കും ഇത്രയും മധുരത്തിൽ കഴിച്ചാലാണ് ഇത് ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ എല്ലാവർക്കും മധുരം ഒരുപോലെ ഇഷ്ടമാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധുരം ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ശർക്കര എടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഇത്ര തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാലാണ് ഇത് നമ്മൾ മുട്ട ചേർക്കാത്തത് കൊണ്ട് കുറച്ച് നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ 397 ഗ്രാം എന്ന് പറയുന്ന ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ടിന്ന് ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് കലക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ നമുക്ക് ഈ ഗോതമ്പ് പൊടിയൊക്കെ കട്ടില്ലാണ്ട് നല്ലപോലെ കലങ്ങി കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ശർക്കര നീര് ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുത്ത് പിന്നീട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് മിക്സാക്കി എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യം ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഒരു 2 ടീസ്പൂൺ അളവിൽ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു പീസ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിലുള്ള ബട്ടർ നമുക്ക് കിട്ടും. അപ്പോൾ 2 ടീസ്പൂൺ അളവിലുള്ള ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മുട്ടയുടെ ആവശ്യം ഉണ്ടായിരിക്കില്ല. അല്ലാണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. പിന്നെ വേറൊരു കാര്യമുണ്ട്. മലബാർ ഏരിയയിലൊക്കെ ഉള്ള കിണ്ണത്തപ്പം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റാണ്. അത് നമ്മൾ ആവിയിൽ വേവിക്കുന്നതല്ല. അത് നമ്മൾ പാനിൽ ഒഴിച്ചിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ശരിക്കും അലുവ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കിണ്ണത്തപ്പം. അപ്പോൾ പല രീതിയിലുള്ള കിണ്ണത്തപ്പം ഉണ്ട്. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം മിക്സാക്കിയതിന് ശേഷം ഞാൻ കൈകൊണ്ട് തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. അത് ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ മാവൊക്കെ ഇങ്ങനെ കലക്കിയെടുത്തപ്പോൾ നമ്മളെ കൺസിസ്റ്റൻസി നമുക്കിതാ ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ അധികം ലൂസില്ലാണ്ടും അധികം കട്ടയില്ലാണ്ടും നമ്മൾ കലക്കിയെടുക്കുക. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഈ അളവിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്താൽ നമുക്ക് ഇതേ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മുടെ മാവ് കിട്ടും. ഇനി നമുക്ക് ഇത് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ആവിയിൽ വേവിക്കാൻ വേണ്ടി ഇതുപോലൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു സ്റ്റാൻഡ് വെച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഇവിടെ വാഴല ഉള്ളത് കൊണ്ട് വാഴല വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വാഴല ഇല്ലാത്തവരാണെങ്കിൽ വാഴല വെച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ഈ പാത്രത്തിലേക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും നമുക്ക് തടവി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചെടുക്കാം.
ഇതുപോലെ വാഴയില വെച്ച് കൊടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഇനി നമുക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് പാനിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കിത് സ്റ്റവ് ഓണാക്കിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെന്തതിന് ശേഷം നമുക്ക് മനസ്സിലാവും, മുകൾ ഭാഗം നോക്കുമ്പോൾ നമ്മളിത് ഫുള്ള് വറ്റിയിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം നമ്മൾ ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ കിണ്ണത്തപ്പം റെഡിയായി എന്നർത്ഥം. അതേപോലെ തന്നെ ഇത് വെന്തതിന് ശേഷം ഫുള്ള് ചൂടാറിയതിന് ശേഷം മാത്രം വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പിൻ്റെ കിണ്ണത്തപ്പം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചൂടാറിയിട്ടില്ലെങ്കിൽ നമുക്ക് അത്ര വെന്തിട്ടില്ല എന്ന് തോന്നും. പക്ഷേ ചൂടാറിക്കഴിഞ്ഞാലാണ് ഇത് ശരിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫുള്ള് ചൂടാറിനെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോ വെന്തിട്ടില്ല എന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് കുത്തുമ്പോൾ നമ്മൾ ടൂത്ത് പിക്കിൽ മാവൊന്നും ഒട്ടി പിടിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അപ്പം ഇവിടെ റെഡിയായി എന്നർത്ഥം. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇത് ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വീറ്റിൻ്റെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയിലൂടെ കാണാം.